മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സോളമൻ രാജാവിൻ്റെ ജീവിതവും ഇസ്രായേലിൻ്റെ രാജ്യ തകർച്ചയുമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുക. ഇന്ന് നാം നമ്മുടെ പഠനത്തിന് വിധേയമാക്കുക സോളമൻ രാജാവിൻ്റെ ജീവിതവും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഇസ്രായേൽ രാജ്യത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണുക. സോളമൻ ഇസ്രായേൽ ജനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനും ജ്ഞാനിയും പ്രശസ്തനും സമ്പന്നനുമായ രാജാവായിരുന്നു. സോളമൻ നമുക്കറിയാവുന്നതുപോലെ ദാവീദ് രാജാവിൻ്റെ മകനാണ്. ദാവീദ് രാജാവ് ഹിത്യനായ ഉറിയായെ കൊന്ന് ബത്ശബായെ സ്വന്തമാക്കിയതിന് ശേഷം ദാവീദിന് ജനിക്കുന്ന ബത്ശബായിൽ ജനിക്കുന്ന രണ്ടാമത്തെ പുത്രനാണ് സോളമൻ. ദാവീദ് ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ബത്ശബായിൽ ആദ്യം ജനിച്ച കുഞ്ഞ് മരിച്ചു പോകുന്നത് നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ കാണുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ സോളമൻ ഇസ്രായേലിൻ്റെ ഭരണമേൽക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടാണ് 1-ാമത്തെ പുസ്തകം ആരംഭിക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ദാവീദ് നീങ്ങിയപ്പോൾ അദോണിയ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവായി സ്വയം അവരോധിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു പ്രഖ്യാപനം ഇസ്രായേലിൽ നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രവാചകനായ നാഥാനും ദാവീദിൻ്റെ രാജ്ഞിയായിരുന്ന ബത്ശബായും ചെന്ന് ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ ഉണർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സോളമൻ ജനിക്കുന്ന അവസരത്തിൽ സോളമനെ ഇസ്രായേലിൻ്റെ രാജ അവകാശം നൽകാമെന്ന് ബത്ശബായോട് ദാവീദ് പറഞ്ഞിരുന്നു. ആ കാര്യം നാഥാനും ബത്ശബായും കൂടി ദാവീദിനെ അറിയിക്കുന്നു. ദാവീദ് സോളമനെ ഇസ്രായേലിൻ്റെ രാജാവായി വാഴിക്കാൻ തീരുമാനിക്കുന്നു. സോളമൻ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഭരണം ഏറ്റപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് തൻ്റെ പിതാവിൻ്റെ പ്രതിയോഗികളെ കൊന്ന് തൻ്റെ രാജ്യത്തിലെ ഭരണം അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ രക്തം ചിന്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ സോളമൻ തൻ്റെ ഭരണം ആരംഭിക്കുക. എങ്കിലും നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ കാണുക, ദൈവം സോളമനോട് ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ സോളമൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ ഭരിക്കാൻ ആവശ്യമുള്ള ജ്ഞാനം അങ്ങനെക്ക് നൽകണമേ. സോളമൻ്റെ ഈ ഒരു ആവശ്യത്തിൽ, ഈ ഒരു ഉത്തരത്തിൽ ദൈവം സന്തുഷ്ടനായി. സോളമൻ ദീർഘായുസോ ശത്രു സംഹാരമോ ഒന്നും ആവശ്യപ്പെടാതെ ദൈവത്തിൻ്റെ ജനത്തെ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ഭരിക്കാനുള്ള ഒരു ജ്ഞാനം ആവശ്യപ്പെട്ടതിൽ ദൈവം അതീവ സന്തുഷ്ടനായി സോളമന് ആ ജ്ഞാനം നൽകുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക, തൻ്റെ ജ്ഞാനത്തിലൂടെ ലോകത്തിൽ പ്രശസ്തനായി തീർന്ന ഒരു വ്യക്തിയാണ് സോളമൻ. ഇന്നേ വരെ ഇസ്രായേലോ ലോകമോ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അധികമായ ദൈവീക ജ്ഞാനം കൊണ്ട് സോളമൻ നിറഞ്ഞു. സോളമൻ ഇടപെട്ട എല്ലാ രംഗങ്ങളിലും സോളമൻ വിജയിച്ചു. ഒരിക്കൽ പോലും ഇസ്രായേൽ രാജ്യത്തിൽ യുദ്ധമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ സോളമൻ്റെ കാലത്ത് നടന്നില്ല. അവിഭക്തമായ ഇസ്രായേലിനെ നയിച്ചിരുന്ന വളരെ പ്രഗത്ഭനായ രാജാവായിരുന്നു സോളമൻ. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. അദ്ദേഹത്തിന് വേണ്ടി ഒരു രാജകൊട്ടാരവും പണിതു. അങ്ങനെ ദൈവത്തിന് വേണ്ടി ആലയം പണിത്, രാജകൊട്ടാരം പണിത് എല്ലാവരുടെയും ഇടയിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായി തീർന്നു. അയൽ രാജ്യങ്ങളെല്ലാമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. വിവാഹത്തിലൂടെ അവിടെയുള്ള രാജകുമാരിമാരെയൊക്കെ ഭാര്യമാരാക്കി അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ച് അദ്ദേഹം വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായി തീർന്നു. ഇങ്ങനെ ഇസ്രായേൽ ജനം വളരെ സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് സോളമൻ്റെ ഭരണകാലം. രാജാവും ജനങ്ങളും വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയും ദൈവത്തെ ആരാധിക്കാൻ അവർക്കൊരു ദേവാലയം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ സോളമൻ ഇസ്രായേലിനെ നയിച്ചു വരുന്ന സാഹചര്യത്തിലാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ എങ്ങനെയാണ് സോളമൻ
ഈ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് അധപതനത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുക: സോളമൻ ഭറവോയുടെ മകള് മൊവാബ്യർ, അമോന്യർ, ഹിത്യർ, സിദോന്യർ, ഏദോമ്യർ തുടങ്ങിയ തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഭാര്യമാരെ സ്വീകരിച്ചു. എന്നാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും നിങ്ങൾ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരായിട്ട് സ്വീകരിക്കരുത്. അതിൻ്റെ കാരണം ഇതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നു, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി നിങ്ങൾ സ്വീകരിച്ചാൽ അവരുടെ ദേവന്മാരെ ആരാധിക്കാൻ നിങ്ങളുടെ പുത്രന്മാരെ അവർ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പുത്രിമാരെ വിവാഹം കഴിക്കരുത്. എന്നാൽ സോളമൻ രാജാവ് തന്നെ ഈ കാര്യം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമായി ദൈവ കൽപ്പന ലംഘിച്ചു. രാജ്യത്തിൽ നിയമം നടപ്പാക്കേണ്ടത്, ദൈവേഷ്ടം നടപ്പാക്കേണ്ടത്, ധാർമ്മികത നിലനിർത്തേണ്ടത് ഒക്കെ രാജാവിൻ്റെ കടമയാണ്. എന്നാൽ രാജാവ് തന്നെ ഈ കാര്യത്തിൽ തെറ്റ് പറ്റിയ ആളായിത്തീരുന്നു എന്നുള്ളതാണ് സോളമൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുക. ഇങ്ങനെയാണ് സോളമനെ കുറിച്ച് പറയുക: ദാവീദ് ദൈവത്തോട് പരിപൂർണ വിശ്വസ്തനായിരുന്നെങ്കിൽ സോളമനെ അങ്ങനെ ആയിരിക്കാൻ സാധിച്ചില്ല. ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ള ഒരു അധപതനമാണ് സോളമൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 17-ാം അധ്യായം 16-17 വാചകങ്ങളിൽ ഇസ്രായേലിലെ ഒരാൾ രാജാവായാൽ ചെയ്യരുതാത്ത 3 കാര്യങ്ങളുണ്ട്. അവിടെ ഇങ്ങനെയാണ് യഹോവ ഇസ്രായേൽ ജനത്തോട് പറയുക: നിങ്ങളുടെ രാജാവാകുന്ന ആള് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്, രാജാവിന് അനേകം ഭാര്യമാര് ഉണ്ടാകരുത്, രാജാവ് തനിക്ക് വേണ്ടി സ്വർണവും വെള്ളിയും സംഭരിച്ച് വയ്ക്കരുത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. എന്നാൽ സോളമൻ്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളും സംഭവിച്ചു പോയി. നമ്മളിങ്ങനെയാണ് സോളമനെ കുറിച്ച് കാണുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം കുതിരകളെ ഇറക്കുമതി ചെയ്തു. വളരെ കൃത്യമായിട്ട് നിയമാവർത്തന പുസ്തകത്തിൽ യഹോവ പറയുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ കുതിരകളെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലൂടെയുള്ള ആ വഴിയിൽ നിങ്ങൾ വീണ്ടും തിരികെ പോകരുത്. അതേ തെറ്റ് തന്നെ. ആ നിയമത്തെ സോളമൻ തൻ്റെ ജീവിതത്തിൽ ലംഘിക്കുന്നു. 2-ാമത്തെ കാര്യം, അനേകം ഭാര്യമാര് രാജാവിന് ഉണ്ടാകരുത്. കാരണം രാജാവിൻ്റെ ഹൃദയത്തെ അവരെ വ്യതിചലിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുക, സോളമന് 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു എന്നാണ്. അതൊരു എക്സാജറേറ്റഡ് നമ്പർ ആണെങ്കിൽ പോലും അനേകം ഭാര്യമാരുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം രാജകുമാരിമാരെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു എന്നുള്ളത്. അങ്ങനെ ആ രാജകുമാരിമാർക്ക് വേണ്ടിയെല്ലാം, ആ രാജ്ഞിമാർക്ക് വേണ്ടിയെല്ലാം ഇദ്ദേഹം ജെറുസലേമിൽ ആരാധനാലയങ്ങൾ പണിതു, അവരുടെ ദേവന്മാരെ ഇവിടെ പ്രതിഷ്ഠിച്ചു, അവരുടെ ദേവന്മാർക്ക് പൂജയർപ്പിക്കാൻ വേണ്ടി പുരോഹിതന്മാരെ നിയമിച്ചു. അങ്ങനെ സോളമൻ്റെ ഹൃദയത്തെ യഹോവയുടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ഈ ഭാര്യമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. 3-ാമത്തെ കാര്യം ഇതാണ്: രാജാവ് തനിക്ക് വേണ്ടി അധികമായി സ്വർണമോ വെള്ളിയോ ഒന്നും സംഭരിച്ചു വെക്കരുത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക: സോളമന് 666 താലന്ത് സ്വർണം ഒരു വർഷത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ നികുതിയായിട്ടും മറ്റിനങ്ങളിലുമൊക്കെ ഒത്തിരി സ്വർണം ലഭിച്ചിരുന്നു. ഈ സ്വർണം അധികമായതുകൊണ്ട് സോളമൻ പരിചകൾ വരെ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ സിംഹാസനം സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാനപാത്രം സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വെള്ളി എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ രാജ്യത്തിലെ സോളമൻ്റെ കാലത്ത് വെള്ളി കൊണ്ട് ഒന്നും പണിതിരുന്നില്ല എന്നാണ് നമ്മൾ പുസ്തകത്തിൽ ബൈബിളിൽ വായിക്കുക. എന്ന് പറഞ്ഞാൽ വെള്ളി ഇസ്രായേൽക്കാരുടെ ഇടയിൽ കല്ലുപോലെ ഒത്തിരിയായിരുന്നു. അതുകൊണ്ട് വെള്ളി കൊണ്ട് അവർക്കൊന്നും നിർമ്മിക്കേണ്ടി വന്നിരുന്നില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയായി ദൈവം പറഞ്ഞിരുന്ന രാജാവ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സോളമൻ്റെ ജീവിതത്തിൽ ലംഘിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്.
സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കേണ്ടി വന്നതിൻ്റെ തുടർ ഫലമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക. സോളമൻ്റെ ഭരണം അവസാനിക്കുന്ന കാലമായപ്പോഴേക്കും ഇസ്രായേൽ രാജ്യത്തിലെ ആഭ്യന്തര യുദ്ധങ്ങൾ തുടങ്ങി. പ്രത്യേകിച്ച് സോളമൻ്റെ ഭൃത്യനായിരുന്ന ജെറോബോവാം സോളമനെതിരെ ആവുകയും അദ്ദേഹം രാജാവാകാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോളമൻ്റെ കാലശേഷം സോളമൻ്റെ മകനായ റഹോബോവാം, സോളമൻ്റെ ഭൃത്യൻ ജെറോബോവാമായിരുന്നു, സോളമൻ്റെ മകൻ റഹോബോവാം അദ്ദേഹമാണ് തൊട്ടടുത്ത രാജാവാകേണ്ടത്. എന്നാൽ അദ്ദേഹം രാജാവാകാനായിട്ടുള്ള ആ ഒരു അഭിഷേകത്തിൻ്റെയൊക്കെ സമയം ആകുമ്പോഴേക്കും ജനം സോളമൻ്റെ മരണശേഷം സോളമൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്തപ്പോൾ ഈ റഹോബോവാം എന്ന സോളമൻ്റെ മകൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ നുകമായിരുന്നു, അങ്ങ് ആ നുകത്തിൻ്റെ ഭാരം കുറയ്ക്കണം. റഹോബോവാം ജനത്തിൻ്റെ അഭ്യർത്ഥനയെ സ്വീകരിച്ചു. എന്നിട്ട് കൊട്ടാരത്തിലുള്ള തൻ്റെ പിതാവിൻ്റെ ഉപദേഷ്ടാക്കൾ, മുതിർന്നവരായ കൊട്ടാരത്തിൽ ഉപദേശം നൽകുന്ന ആളുകളോട് അദ്ദേഹം ആരാഞ്ഞു ഈ ജനത്തിൻ്റെ അഭ്യർത്ഥനയെ എങ്ങനെയാണ് കണക്കിലെടുക്കേണ്ടത് എന്ന്. ഈ രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ജനം പറഞ്ഞ കാര്യത്തെ നീ കാര്യമായിട്ട് എടുത്ത് ജനത്തിൻ്റെ അഭ്യർത്ഥനയെ നീ മാനിക്കണം. അവരെ ഭാരമേറിയ നുകമാണ് ചുമക്കുന്നതെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അതിൻ്റെ ഭാരം നീ കുറച്ചു കൊടുക്കാമെന്ന് അവരോട് പറയണം. എന്നാൽ റഹോബോവാം മറ്റൊരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള യുവാക്കളോട് ചോദിച്ചു, ജനം ഇങ്ങനെ ഒരു അഭ്യർത്ഥന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള യുവാക്കൾ അദ്ദേഹത്തിന് ഉപദേശം നൽകി, ജനത്തിൻ്റെ അഭ്യർത്ഥനയെ നീ മാനിക്കേണ്ട ആവശ്യമില്ല, പിതാവ് ഏൽപ്പിച്ചതിനേക്കാൾ വലിയ ഭാരമുള്ള നുകം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു തരും, നിങ്ങൾ അത് വഹിക്കണമെന്ന് പറയണം എന്ന് റഹോബോവാമിനെ ഉപദേശിച്ചു. ഈ തൻ്റെ പിതാവിൻ്റെ ഉപദേഷ്ടാക്കളുടെ ഉപദേശം സ്വീകരിക്കാതെ ഈ യുവാക്കളുടെ ഉപദേശം സ്വീകരിച്ച റഹോബോവാം ആദ്യ ദിവസത്തിൽ തന്നെ ജനം റഹോബോവാമിന് എതിരായി. ജനത്തിലെ 10 ഗോത്രങ്ങളും ഇസ്രായേലിലെ 10 ഗോത്രങ്ങളും റഹോബോവാമിനെ എതിർക്കുകയും സോളമൻ്റെ ഭൃത്യനായിരുന്ന ജെറോബോവാമിനോട് ചേരുകയും ചെയ്ത് അവർ മറ്റൊരു രാജ്യം രൂപീകരിച്ചു. റഹോബോവാമിൻ്റെ കൂട്ടത്തിൽ 2 ഗോത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, യൂദായും ബെഞ്ചമിനും. അങ്ങനെ യൂദ എന്ന് പറയുന്ന മറ്റൊരു രാജ്യവും രൂപീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് അവിഭക്തമായിരുന്ന ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടത്. ദൈവം പൂർവികർക്ക് വാഗ്ദാനം നൽകി തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമെന്നും അവിടെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും എന്നും ഒക്കെ ചെയ്ത വാഗ്ദാനത്തെ ദൈവം പാലിച്ചാണ് അവിഭക്തമായിട്ടുള്ള ഒരു ഇസ്രായേൽ രാജ്യത്തെ സ്ഥാപിച്ചത്. എന്നാൽ അധികം താമസിക്കാതെ തന്നെ അതിൽ വിഭജനമുണ്ടായതാണ് നമ്മൾ റഹോബോവാമിൻ്റെ കാലഘട്ടത്തിൽ കാണുക. വളരെ ജ്ഞാനിയായിരുന്ന ഒരു പിതാവിൻ്റെ മകൻ ആദ്യ ദിവസത്തിൽ തന്നെ ഭരണത്തിൽ ബുദ്ധിമോശം കാണിച്ച് രാജ്യം വിഭജിക്കാൻ ഇടയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെ കാര്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഈ സോളമൻ എന്ന ജ്ഞാനിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അധപതനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകന് രാജ്യത്തെ ഒന്നിച്ച് ഐക്യത്തിൽ നിലനിർത്താൻ പോലും സാധിച്ചില്ല. തുടർന്നങ്ങോട്ട് ഇസ്രായേലിൻ്റെ ചരിത്രം ഇന്നയോളമുള്ളത് പരിശോധിച്ചു നോക്കിയാൽ ഒരിക്കൽ പോലും ആ രാജ്യം പിന്നീട് ഒത്തുചേർന്നിട്ടില്ല. എന്നും വിഭജിക്കപ്പെടുകയും യുദ്ധത്തിലകപ്പെടുകയും വിപ്രവാസത്തിലേക്ക് പോവുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ജനതയുടെ കഥയാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുക. സോളമൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളോട് സോളമന് വളരെ കൃത്യമായി പ്രതികരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അത് സാധിക്കാതെ പോയ ഒരു അധപതനത്തിൻ്റെ സാഹചര്യത്തിലാണ് രാജ്യം വിഭജിക്കപ്പെടുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഷേബ രാജ്ഞി ഈ സോളമൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് കേട്ടിട്ട് സോളമനെ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. ഷേബ രാജ്ഞി ഇങ്ങനെയാണ് സോളമനോട് പറയുക,
ദൈവം ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തി കൊടുക്കാൻ അങ്ങയെ രാജാവാക്കി. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. ദൈവം ദാവീദിന്റെ കുടുംബത്തെ പ്രത്യേകമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവം ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചു, തൻ്റെ ജനതയായി സ്നേഹിച്ചു. ദൈവം സോളമന് ജ്ഞാനം കൊടുക്കാനുള്ള കാരണം ദൈവം ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഈ ലോകത്തിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രകടിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും ദൈവത്തിൻ്റെ നന്മകളും സൗഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുക. എന്നാൽ സോളമന് തൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം, വിവേകം യഥാർത്ഥത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് സോളമൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അന്യ ദൈവങ്ങളെ പരസ്യമായി വണങ്ങുന്നതിന് ദൈവത്തിൻ്റെ നാടായ ഇസ്രായേലിൽ ഒരു ഇടമുണ്ടായപ്പോഴാണ് ആ രാജ്യം അധഃപതിച്ച് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ അന്യദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്. പരസ്യമായി അന്യദൈവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആരാധിക്കപ്പെടുന്നില്ലായിരിക്കാം. പരസ്യമായി നമ്മുടെ ദൈവം നമ്മുടെ കുടുംബത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ടോ? നാം എല്ലാം ആത്മശോധന ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ ഉപദേഷ്ടാക്കൾ? റഹോബോവാമിനെ ഉപദേശിച്ചതുപോലെയുള്ള ബുദ്ധിമോശത്തിലേക്ക് നയിക്കപ്പെടുന്ന ഉപദേശങ്ങൾ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ സ്വീകരിക്കാറുണ്ടോ? കുടുംബമായി ഒന്നിച്ചിരുന്ന് നാം കണ്ടെത്തുകയും ആലോചിക്കുകയും ഉത്തരം പറയുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദൈവം യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായിട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കർത്താവായിട്ട് എൻ്റെ കുടുംബത്തിൽ വാഴുന്നുണ്ടോ? ദൈവത്തിനുള്ള സ്തുതികളും ആരാധനകളും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ടോ? നമ്മളറിയാത്ത അനേക അന്യ ദൈവങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ കടന്നുകൂടുമ്പോഴാണ് പരാജയങ്ങളും താഴ്ചകളും അധപതനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ദൈവം നൽകിയ കൽപ്പനയെ ലംഘിച്ച യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ഈശോ കർത്താവും ദൈവവുമാണ് എന്ന് നമ്മുടെ കുടുംബത്തിലൂടെ ഓരോ നിമിഷവും പ്രഖ്യാപിക്കാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക. സോളമൻ രാജാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പിന്നീടുണ്ടായ തകർച്ചകളും ഇതാണ് നമ്മളെ പഠിപ്പിക്കുക. ഒരേ വ്യക്തിയുടെ തന്നെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മകളെ അനന്തമായി സ്വീകരിക്കുന്നതും അതേ വ്യക്തി തന്നെ തൻ്റെ ജീവിതത്തിൽ അധപതനത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ, ദൈവം നൽകുന്ന കൃപകൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരണം ഉപയോഗിക്കാനുള്ളത് ആണ് എന്നതാണ് സോളമൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.